ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു തക്കാളിക്കറി പിന്നെ അതുപോലെ ഒരു മാങ്ങാ ചമ്മന്തി ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാ ദിവസവും ബീഫും ചിക്കനും ഒക്കെ എല്ലായിരുന്നു നോമ്പിന്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സാധാ ഒരു ലൈറ്റായിട്ട് നല്ലൊരു ചോറും തക്കാളിക്കറിയും ചമ്മന്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. സാധാരണ ഇത് നോമ്പിന് ഞങ്ങൾ അത്താഴത്തിന് ഉണ്ടാക്കണതാണ് ഈ തക്കാളിക്കറി. അത് നല്ല ടേസ്റ്റാണ് പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ ചോറൊന്നും കഴിക്കാറില്ല അത്താഴത്തിന്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു 4 തക്കാളിയും ഒരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം പഴുക്കാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളതിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ തക്കാളിയും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളകും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു മൺചട്ടി വെക്കാം. മൺചട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞെടുത്ത് തക്കാളിയും പിന്നെ അതുപോലെ പച്ചമുളകും ആ ചട്ടിയിൽ കിട്ടെടുക്കുക. ചട്ടിയിൽ കിട്ടെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പച്ചമുളകിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടാണ്. ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പാം. കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ തീ കത്തിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കിട്ടണ വരെ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ തിളക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ല തക്കാളി ഇട്ടാ. ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത് തക്കാളി നോക്കിയിട്ട് എടുത്തോട്ടോ. അപ്പോൾ വേവാനും എളുപ്പമായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്കത് അതിലേക്ക് ഫുള്ളായിട്ട് ഒടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാട്ടോ. നന്നായിട്ട് തിളപ്പിക്കണ്ട, ഒന്നൊരു പത വരിക എന്ന് പറയില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലവർ ഈ തേങ്ങ അരച്ച് ചേർക്കും, പക്ഷെ ഞങ്ങളൊന്നും തേങ്ങ അരച്ചിട്ടില്ല, തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കാറ് തക്കാളിക്കറി. അപ്പം ഇനി നന്നായിട്ടൊന്ന് തിളക്കണ്ട, നന്നായി തിളക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്ന് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തൂമിച്ചെടുക്കുകയും കൂടെ വേണം. നമ്മൾ കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം. കണ്ടില്ലേ, അപ്പം നന്നായി ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ചെറിയൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിത് നമ്മുടെ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് നിലക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ഒരു നല്ല പച്ചമാങ്ങ എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അതിന് നമുക്ക് മാങ്ങ പൊട്ടിച്ചിട്ട് വന്നാലോ. നമ്മളെ മുറ്റത്തൊരു മാവുണ്ട്, അപ്പോൾ നമുക്കൊരു മാങ്ങ പൊട്ടിക്കുക. ചെറിയ മാങ്ങ മതി, അധികം ചമ്മന്തി ഉണ്ടാക്കാനല്ലേ, കുറച്ച് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു മാങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. കണ്ടില്ലേ, ഈ ഒരു മാങ്ങനെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയിട്ട്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇതിന് എരിവ് കുറച്ച് കുറവാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ സാധാ വറ്റൽമുളക് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ആ ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുറിക്കൊന്നും വേണ്ട, ചുവന്നുള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ചുവന്നുള്ളി ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടില്ല, ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ച് കൊടുത്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് തേങ്ങ, ഞാനിപ്പോൾ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്, അതാണ് കട്ടായിട്ടിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ തേങ്ങക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടട്ടെ. തണുത്ത തേങ്ങയിൽ ചേർത്തിട്ടുള്ളത് ഒന്ന് വാടി കിട്ടിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് വാടി വരട്ടെ തേങ്ങ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ വേറെ പണിയൊന്നുമില്ല, മിക്സിഡ് ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാതും മിക്സിഡ് ജാറിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്.
ക്രഷ് ചെയ്തിട്ട് കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ചോറ് കഴിക്കാം. ഞാനിപ്പോൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചോറ് നമുക്ക് കഴിക്കാം. കുറച്ച് ചോറും പിന്നെ അതുപോലെ തക്കാളിക്കറിയും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ ഈ ചമ്മന്തിയുടെയും തക്കാളിക്കറിയുടെ ഒക്കെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ഈ നോമ്പിന് ബീഫും മട്ടനും ചിക്കനൊക്കെ കഴിച്ചിട്ട് വെറും ചോറും ഇതുപോലെ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പപ്പടം കൂടെ വേണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെറും തക്കാളിക്കറിയും പപ്പടം കൂടെ മതി, പിന്നെ ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ചമ്മന്തിയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ല അടിപൊളി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഓക്കെ.